കൊള്ളാവോ? എങ്ങനെയുണ്ട്? ഇത് തണുപ്പ് കാലത്ത് പൊതിക്കുന്നില്ലേ? ഇപ്പോ ഈ ചൂടുകാലത്ത്. ചൂടുകാലം ഇപ്പൊ കഴിയുമല്ലോ. ഇനി വരുന്നത് തണുപ്പ് കാലമാ. ഇനി വരാൻ പോകുന്ന തണുപ്പ് കാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? തണുപ്പ് കാലം എപ്പോഴും ഒരുപോലെയല്ലേ? തണുപ്പ് കാലമൊക്കെ ഒരുപോലെയാണ്. പക്ഷേ ഇത്തവണ നമുക്കത് റൊമാൻറ്റിക് ആയിരിക്കും. ദാ ഇത് നോക്ക്. തനിക്കിതിൽ ഏത് ഡെസ്റ്റിനേഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറ. തനിക്കിഷ്ടമുള്ള എവിടെ വേണം നമുക്ക് പോവാം. എന്താ ഇതൊക്കെ? അല്ല, ഇതൊക്കെ എന്തിനാ എന്നെ കാണിക്കുന്നത്? എടോ, നമ്മളൊരു പുതിയ ലൈഫ് തുടങ്ങുമ്പോ ഇതിലേതെങ്കിലും ഡെസ്റ്റിനേഷനിലായിരിക്കണമെന്നാ എന്റെ ആഗ്രഹം. തനിക്കും ഇഷ്ടമുള്ള എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പോവാം. ഒരു സ്പോട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റാം. ഗൂഗിൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടോ, ഇരിക്കെ. അടുത്ത വിന്റർ സീസണിൽ നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോകുന്നു. നമ്മൾ രണ്ടുപേരും മാത്രം. എങ്ങോട്ട്? തനിക്കിഷ്ടമുള്ള എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോവാം. പക്ഷെ ഞാനിപ്പോ പ്ലാൻ ചെയ്യുന്ന കാശ്മീരാ. വിന്റർ ടൂറിസം പാക്കേജ് ഒരെണ്ണം ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്ഥലമാ കാശ്മീര്. ഒരുപാട് നാളുകൊണ്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. നമുക്കൊരു ലൈഫ് തുടങ്ങാൻ ഇതിനേക്കാൾ പറ്റിയൊരു സ്ഥലം വേറെയില്ല. ദൈവമേ, ഈ ഗൂഗിൾ എന്തിനുള്ള പുറപ്പാടാ? ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹവുമായിട്ട് നിൽക്കുന്ന ഗൂഗിളിനോട് എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയേ ഞാൻ സമൃദ്ധയല്ല അർച്ചനയാണെന്ന് എങ്ങനെ പറയും? ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? മഞ്ഞ് പൊഴിയുന്ന ഡാൽ തടാകത്തിലൂടെ നമുക്കൊരുമിച്ച് ബോട്ടിങ് പോകണം. ഗുൽമർഗ് പോയിന്റില്ലേ, നമുക്കൊരുമിച്ച് മഞ്ഞ് വീഴുന്ന കാണണം. ഈശ്വര, ഗൂഗിൾ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ മട്ട. എന്തു പറയുന്നു? ഈ ടൂർ പാക്കേജ് ഇഷ്ടപ്പെട്ടോ? ഈ ഷാള് ആ യാത്രയിൽ തനിക്ക് ഉപകാരപ്പെടും. ഇപ്പം മനസ്സിലായോ ഞാനത് വാങ്ങിയത് എന്തിനാണെന്ന്? മനസ്സിലായി. താനും ഇങ്ങനൊരു യാത്ര ആഗ്രഹിച്ചിരുന്നില്ലേ? എന്താടോ തനിക്കൊരു സന്തോഷമില്ലാത്ത? എനിക്ക് സന്തോഷായി. ഞാൻ പോയി ഇന്ന് ഭക്ഷണം എടുത്തു വെക്കാം. ഗൂഗിള് ഫ്രഷ് ആവാ.